ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 4 ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 ഉള്ള അതിൽ ഹെൽപ്പിംഗ് ക്ലൗഡ് എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹെൽപ്പിംഗ് ക്ലൗഡ് എന്താണ്? ക്ലൗഡ് പറഞ്ഞാൽ മേഘം അല്ലേ? മേഘമാണ് എന്ത്? ക്ലൗഡ് എന്ന് പറയുന്നത് അല്ലേ? ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ക്ലൗഡ് അല്ലേ? നോക്കൂ, ഇവിടെ ചിത്രത്തിൽ എന്താണ്? ഒരു ക്ലൗഡ് ഉണ്ട് അല്ലേ? പിന്നെന്താണ്? ഇവിടെ തുമ്പിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ചിത്രത്തിൽ എന്താ പറയുന്നത് നമുക്ക് നോക്ക്. എ ക്ലൗഡ് റോൾഡ് അലോങ് മെറീലി ഇൻ ദ സ്കൈ. ഒരു ക്ലൗഡ് അല്ലേ? ഒരു ക്ലൗഡ് എന്താണ്? റോൾഡ്, ഇങ്ങനെ ഉരുണ്ടു പോവാണ് അല്ലേ? അലോങ് മെറീലി, ഹാപ്പിലി, സന്തോഷത്തോടു കൂടി. എവിടെ പോകുന്നത്? ആ സ്കൈയിലൂടെ അല്ലേ? അപ്പൊ എ ക്ലൗഡ് റോൾഡ് അലോങ് മെറീലി ഇൻ ദ സ്കൈ. ഇറ്റ് ഡാൻസ്ഡ് വിത്ത് ദ സൺ സോ ഹൈ. അത് ഡാൻസ് ചെയ്യാണ് അല്ലേ? സണ്ണുമായിട്ട് ഉയരത്തിൽ. ഇറ്റ് മേഡ് ഷാഡോ ബിലോ. എന്താണ്? താഴെ ഷാഡോ ഉണ്ടാക്കി അല്ലേ? നീലുണ്ടാക്കിയിട്ടാണ് അതിങ്ങനെ പോകുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയ ചിത്രത്തിൽ എന്താണ്? ഇവിടെ ക്ലൗഡ് ഉണ്ട്, ഇവിടെ ഒരു പീകോക്ക് ഉണ്ട് അല്ലേ? നോക്കാം. മൈ ഫെദേഴ്സ് ആർ ഡസ്റ്റി. അപ്പൊ പീകോക്ക് എന്താണ്? ക്ലൗഡിനോട് പറയാണ് അല്ലേ? നിന്റെ ഫെദർ, നിന്റെ തൂവലുകൾ എന്താണ്? ഭയങ്കര പൊടി പിടിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ? ഡസ്റ്റി. വൈ ഡോണ്ട് യു റെയിൻ? എന്താ മഴ പെയ്യാത്തത്? ദ പീകോക്ക് ക്രൈഡ് അല്ലേ? പീകോക്ക് എന്താണ്? ഉറക്കെ ചോദിക്കുകയാണ് അല്ലേ? നിന്റെ ഫെദേഴ്സ് ഒക്കെ എന്താണ്? ഡസ്റ്റി ആയി കിടക്കുകയാണ്, എന്തുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന് ക്ലൗഡിനോട് ചോദിക്കുകയാണ് അല്ലേ? അങ്ങനെ ക്ലൗഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ പോകുമ്പോൾ എന്താ? അവിടെ ഒരു പുഴയിലല്ലേ? ചെറിയ കുളത്തിൽ എന്താ? മീൻ അല്ലേ? മീൻ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? മീൻ ചോദിക്കുകയാണ് അല്ലേ? ദ പൂൾ ഈസ് ഡ്രൈ. പൂളൊക്കെ എന്താണ്? ഉണങ്ങി, എന്താണ്? ഡ്രൈ ആയി കിടക്കുകയാണ് അല്ലേ? ഉണങ്ങിക്കുകയാണ്. പ്ലീസ് റെയിൻ. മഴ പെയ്യൂ. ഐ നീഡ് മോർ വാട്ടർ. എനിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണമെന്ന് ദ ഫിഷ് ബെഗ്ഡ്. ഫിഷ് എന്താണ്? ഈ ക്ലൗഡിനോട് യാചിക്കുകയാണ് അല്ലേ? അങ്ങനെ ക്ലൗഡ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ഒരു ഫാർമർ ഉണ്ട് അല്ലേ? ഫാർമർ എന്തോ പറയുന്നുണ്ട്. എന്താ ഫാർമർ പറയുന്നത്? മൈ ക്രോപ്സ് ആർ ഡൈയിങ്. എൻ്റെ ക്രോപ്സുകളൊക്കെ എന്താ? ചത്തുകൊണ്ടിരിക്കുകയാണല്ലേ? നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് റെയിൻ. മഴ പെയ്യൂ എന്ന് പറയാണല്ലേ? ഫാർമർ പ്ലീഡഡ്. ഫാർമർ എന്താണ്? അപേക്ഷിക്കുകയാണ് അല്ലേ? അങ്ങനെ എന്താണ്? പിന്നെയും ഈ ക്ലൗഡ് ഇങ്ങനെ പോയിക്കൊണ്ട് ഒരു കുട്ടി അവിടുന്ന് എന്തോ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക് അല്ലേ? പോൺസ് ആൻഡ് ലേക്സ് ആർ എംപ്റ്റി. പോൺസും ലേക്കും ഒക്കെ എന്താണ്? കാലിയായി, വെള്ളമൊന്നുമില്ല. ഇഫ് യു റെയിൻ, നീ മഴ പെയ്തില്ലെങ്കിൽ ഐ വിൽ സെയിൽ പേപ്പർ ബോട്ട്. നീ മഴ പെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി അതിൽ സെയിൽ ചെയ്യുന്ന സോനു ചോദിക്കുക. സോനു സെഡ് അല്ലേ? അങ്ങനെ എന്താക്കി? മഴ ഇതാ പെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഐ ആം ഓൺ ദ വേ. ദ ക്ലൗഡ് സ്മൈൽഡ്. ഞാൻ വരുന്ന വഴിയാണെന്ന് ക്ലൗഡ് പറഞ്ഞില്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ? അങ്ങനെ മഴ പെയ്തു അല്ലേ? അപ്പോൾ എന്തായി? മഴ പെയ്തപ്പോൾ അവിടെ ഈ പീകോക്കൊക്കെ എന്താ? റെയിൻ കിട്ടി അല്ലേ? അപ്പോൾ ദ പീകോക്ക് സ്പ്രെഡ് ഇറ്റ്സ് പ്രെറ്റി ഫെദേഴ്സ് ആൻഡ് ഡാൻസ്ഡ് ഇൻ ജോയ്ഫുൾ റിതം അല്ലേ? അങ്ങനെ പീകോക്ക് മഴ കിട്ടിയപ്പോൾ എന്തായി? അതിൻ്റെ ഫെദേഴ്സൊക്കെ, നല്ല ഭംഗിയുള്ള ഫെദേഴ്സൊക്കെ, തൂവലെന്താണ്? സ്പ്രെഡ് ചെയ്ത് ഡാൻസ് കളിക്കുകയാണല്ലേ? സന്തോഷത്തോടു കൂടി നല്ല പാട്ടൊക്കെ പാടി സന്തോഷത്തോടു കൂടി ഡാൻസ് കളിക്കുകയാണ് പീകോക്ക് അല്ലേ? ഇനി നോക്കിയാൽ പോണ്ടിലുള്ള ഫിഷ് എന്താ? പോണ്ട് വാസ് ഫിൽഡ് വിത്ത് റെയിൻ അല്ലേ? മഴ ചെയ്തപ്പോൾ എന്തായി? പോണ്ടൊക്കെ എന്തായി? വെള്ളം നിറഞ്ഞു അല്ലേ? അപ്പോൾ ഫിഷിന് എന്തായി? ഹാപ്പി ആയി അല്ലേ? ചിത്രത്തിൽ അങ്ങനെയല്ലേ? ഇനി അടുത്ത ചിത്രത്തിൽ എന്താ നോക്കിയേ? അവിടെ കർഷകർക്കും കിട്ടി അല്ലേ? അപ്പോൾ ഫാർമർ വാക്ക്ഡ് ത്രൂ ദ മഡി ഫീൽഡ്. ഹി ഹാപ്പിലി സ്റ്റാർട്ടഡ് പ്ലാന്റിങ് പാഡി അല്ലേ? അപ്പോൾ മഴ പെയ്തപ്പോൾ ഫാർമർ എന്താക്കി? അതിലൂടെ നടന്ന് ആ മഡി ഫീൽഡിലൂടെ അല്ലേ? എന്നിട്ട് എന്താക്കി? അയാൾ സന്തോഷത്തോടു കൂടി എന്താക്കി? ആ പാഡി അല്ലേ? നെല്ലൊക്കെ നടാൻ തുടങ്ങി, നെൽക്കതിരൊക്കെ നടാൻ തുടങ്ങി അല്ലേ? നെൽച്ചെടി നടാൻ തുടങ്ങി. ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കി അടുത്ത ചിത്രം എന്താണ്? കുട്ടികളൊക്കെ കളിക്കുകയാണ് അല്ലേ? മഴയത്ത്. അപ്പോൾ സോനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇൻ ദ പഡിൽസ് അല്ലേ? ചെറിയ ചെറിയ പോൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ത്? ഈ മഴ ചെയ്തപ്പോൾ അല്ലേ? അവിടെ എന്താക്കുകയാണ്? സോനു എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കളിക്കുകയാണ് അല്ലേ? സ്പ്ലിഷ്, സ്പ്ലാഷ്, സ്പ്ലോഷ് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കുകയാണല്ലേ? ചാടി കളിക്കുകയാണല്ലേ? ദേ ജംപ്ഡ് ആൻഡ് ലീപ്ഡ് വിത്ത് ചിയർഫുൾ ഷൗട്ട് അല്ലേ? അവരെന്താണ്? ഒരു ചാടി കളിക്കുകയാണ് അല്ലേ? ഭയങ്കര സന്തോഷപരമായിട്ടുള്ള ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് ഒരു സന്തോഷത്തോടു കൂടി ചാടി കളിക്കുകയാണ് ഈ മഴയത്ത്, മഴവെള്ളത്തിലും പഡിൽസിലൊക്കെ അല്ലേ? നോക്കൂ, പിന്നെന്താ? അടുത്ത ചിത്രം നോക്കിയാൽ കണ്ടോ? ദ ക്ലൗഡ് ഫിൽഡ് എവ്രിബഡീസ് ഹാർട്ട് വിത്ത് ജോയ്. ഇറ്റ് മൂവ്ഡ് ഓൺ അല്ലേ? അങ്ങനെ എന്താണ്? ക്ലൗഡ് എല്ലാവരുടെ ഹാർട്ടിലും സന്തോഷം കൊണ്ടുവന്നു അല്ലേ? അങ്ങനെ ഇതെന്താക്കി? മൂവ് ചെയ്ത് അല്ലേ? ഇനി അടുത്ത എന്താ? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഡ്രോ ആൻഡ് ഡിസ്ക്രൈബ്. അടുത്ത ചിത്രം എന്താണ്? എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാനേ പറഞ്ഞത്. അതിനപ്പോൾ എന്തായിരിക്കും ഇവിടെ? അത് നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുന്നതാണ് അല്ലേ? നിങ്ങൾക്ക് എന്താക്കുക? നല്ല അടിപൊളി ചിത്രമൊക്കെ വരയ്ക്കുക. എന്താണ്? സൺലൈറ്റ് എന്താണ്? മഴ പോയപ്പോൾ സൺലൈറ്റ് വന്നു, എന്നിട്ട് എന്താക്കുക? അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ദ സൺ വിൽ കം ഔട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ റെയിൻബോ വിൽ അപ്പിയർ ഇൻ ദ സ്കൈ. ദ ഫാർമർ വിൽ കണ്ടിന്യൂ ഹിസ് വർക്ക് അണ്ടർ ദ വാം സൺ. അപ്പോൾ എന്താണ്? ദ സൺ വിൽ കം ഔട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ റെയിൻബോ വിൽ അപ്പിയർ ഇൻ ദ സ്കൈ അല്ലേ? എന്താണ്? സണ്ണ് പുറത്തേക്ക് വന്നു, എന്താണ്? റെയിൻബോ എന്താണ്? സ്കൈയിൽ അപ്പിയർ ആയി. ദ ഫാർമർ വിൽ കണ്ടിന്യൂ ഹിസ് വർക്ക് അണ്ടർ ദ വാം സൺ അല്ലേ? ഫാർമർ എന്താണ്? അവിടെ വർക്ക് ചെയ്തു, എന്താണ്? ഫീൽഡിൽ വർക്ക് ചെയ്യുക അല്ലേ? ആൻഡ് ദ ചിൽഡ്രൻ വിൽ ലുക്ക് അപ്പ് അറ്റ് ദ റെയിൻബോ ഇൻ വണ്ടർ അല്ലേ? സന്തോഷത്തോടു കൂടി എന്താണ്? ആ കുട്ടികൾ എന്താണ്? ആകാശത്തേക്ക് ആ റെയിൻബോ നോക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ്? വിൽ ലുക്ക് അറ്റ് ദ റെയിൻബോ ഇൻ വണ്ടർ കേട്ടോ. ലാസ്റ്റ് എന്താണ്? ലുക്ക് അപ്പ് അറ്റ് ദ റെയിൻബോ, RAINBOW, റെയിൻബോ, ഇൻ IN വണ്ടർ, WONDER. ഓക്കെ. ദെൻ അതിൻ്റെ ചിത്രമൊക്കെ നിങ്ങൾക്ക് ഭംഗിയിൽ അവിടെ വരയ്ക്കുക കേട്ടോ. ഇനി തന്നെ ആണെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കുകയും ഇതൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ. ദെൻ നോക്കൂ, ലെറ്റ്സ് എക്സ്പ്ലോർ ദ സ്റ്റോറി. നമുക്ക് എന്താണ് സ്റ്റോറിനെ കുറിച്ച് എഴുതുക അല്ലേ? വാട്ട് ഡിഡ് ദ പീകോക്ക് ഡു വെൻ ഇറ്റ് റെയിൻഡ്? എന്താണ് പീകോക്ക് ചെയ്തത് മഴ പെയ്തപ്പോൾ? പീകോക്ക് എന്താണ്? പീകോക്ക് ഡിഡ് വെൻ ഇറ്റ് റെയിൻഡ് എന്താണ്? ഡാൻസ് ചെയ്തു അല്ലേ? എന്താണ്? ഡാൻസ് ചെയ്തു. ഓക്കെ. അപ്പം എന്താ? പീകോക്ക് ഡാൻസ്ഡ് ഹാപ്പിലി വെൻ ഇറ്റ് റെയിൻഡ് അല്ലേ? എന്താണ്? പീകോക്ക് ഡാൻസ് ചെയ്തു അല്ലേ? സന്തോഷത്തോടു കൂടി മഴ പെയ്തപ്പോൾ എന്താണ്? ഡാൻസ് കളിച്ചു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ വാസ് ദ ഫിഷ് അൺഹാപ്പി? എന്തുകൊണ്ടാണ് ഫിഷ് അൺഹാപ്പി ആയത്? പോണ്ടൊക്കെ ഡ്രൈഡ് ആയിട്ട് അല്ലേ? അപ്പൊ എന്താണ്? ദ ഫിഷ് വാസ് അൺഹാപ്പി ബിക്കോസ് എന്താണ്? ദ പോണ്ട് ഹാഡ് ഡ്രൈഡ് അപ്പ് അല്ലേ? എന്താണ്? ദ പോണ്ട് ഹാഡ് ഡ്രൈഡ് അപ്പ്. ഓക്കെ. ഫിഷ് എന്തുകൊണ്ടാണ് അൺഹാപ്പി ആയത്? ഫിഷ് വാസ് അൺഹാപ്പി ബിക്കോസ് ദ പോണ്ട് ഹാഡ് ഡ്രൈ അപ്പ്. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാൽ എന്താണ്? വാട്ട് ഈസ് എ ഫാർമേഴ്സ് പ്രോബ്ലം? എന്താണ് ഫാർമേഴ്സിന്റെ പ്രോബ്ലം? എന്താണ്? എന്താണ്? ദ ഫാർമേഴ്സ് പ്രോബ്ലം വാസ് ദാറ്റ് ഹിസ് ക്രോപ്സ് വർ ഡൈയിങ് ഡ്യൂ ടു ലാക്ക് ഓഫ് റെയിൻ അല്ലേ? ഈ ഫാർമറിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ എന്താണ്? അയാളുടെ ക്രോപ്സ് ഒക്കെ എന്താണ്? ഉണങ്ങി ചത്തു, എന്താണ്? നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മഴ ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ്, അതാണ് എന്ത്? ഫാർമറിന്റെ പ്രശ്നം അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ സോനു ഡു ഇഫ് ഇറ്റ് റെയിൻസ്? സോനു എന്താ ചെയ്തത് മഴ പെയ്തപ്പോ? മഴ പെയ്തപ്പോ സോനു വിൽ സെയിൽ പേപ്പർ ബോട്ട് ഇഫ് ഇറ്റ് റെയിൻസ് അല്ലേ? മഴ പെയ്തപ്പോ എന്താണ്? പേപ്പർ ബോട്ടൊക്കെ എന്താണ്? സെയിൽ ചെയ്ത് അതിൽ ഒഴുക്കി വിട്ടു അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡിഡ് ദ ക്ലൗഡ് മേക്ക് എവറി വൺ ഹാപ്പി? എങ്ങനെയാണ് ഈ ക്ലൗഡ് എല്ലാവരെയും സന്തോഷവാന്മാരാക്കിയത്? മഴ ചെയ്തിട്ടില്ലേ? ദ ക്ലൗഡ് മെയ്ഡ് എവറി വൺ ഹാപ്പി ബൈ ബ്രിങ്ങിങ് റെയിൻ അല്ലേ? മഴ കൊണ്ടുവന്നു അല്ലേ? അപ്പം മഴ കൊണ്ടുവന്നപ്പോൾ ആണ് എന്താക്കുന്നത്? ഈ എന്താണ്? മഴ കൊണ്ടുവന്നപ്പോൾ ക്ലൗഡ് എന്താണ്? എല്ലാവരെയും ഹാപ്പി ആക്കി അല്ലേ? ബൈ ബ്രിങ്ങിങ് റെയിൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കിയേ? ആക്ടിവിറ്റി 1 ആണ് കേട്ടോ. ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ റെയിൻ. ദ റെയിൻ ഹെൽപ്പ് ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് ഇൻ മെനി വേസ് അല്ലേ? നോക്കിയേ, ഈ മഴേൻ്റെ ഒരു മഴ അല്ലേ? എന്താ? മഴ എന്താണ്? എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണല്ലേ? പല ക്രീച്ചേഴ്സിന് എന്താണ്? പല വഴിക്ക് ഹെൽപ്പ് ചെയ്തു അല്ലേ? ഇമാജിൻ ഹൗ ദേ വുഡ് താങ്ക് ദ റെയിൻ. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതൊക്കെ ഇവരെന്താണ്? റെയിനിനോട് താങ്ക്സ് പറയുന്ന ഒരു സംഭവം നിങ്ങൾ എന്താക്കുക? ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. 2 examples are given for you. 2 എക്സാമ്പിൾ ആണ് അവർ തന്നിരിക്കുന്നത്. Now fill in the blank with for others. ഇനി ബാക്കിയുള്ള നിങ്ങൾ എന്താക്കുക? നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാർമർ പറയുകയാണല്ലേ, താങ്ക് യു റെയിൻ ഫോർ വാട്ടറിങ് മൈ ക്രോപ്സ് അല്ലേ? അപ്പോൾ എന്താണ്? നന്ദിയുണ്ട് അല്ലേ? എന്താ? മഴയോട് നന്ദി പറയാണ് അല്ലേ? എന്താണ്? എൻ്റെ ക്രോപ്സിലൊക്കെ നനച്ചതിന് എന്താണ്? നിന്നോട് നന്ദിയുണ്ട് എന്ന് ഫാർമർ പറയാ. അപ്പോൾ പീകോക്കും പറയുന്നുള്ളത് നമുക്ക് ഈ തന്നിട്ടുണ്ട് അല്ലേ? താങ്ക് യു ഫോർ യുവർ കൈൻഡ് കൺസേൺ. നിൻ്റെ നല്ലൊരു മനസ്സിന് എന്താണ്? നന്ദി പറയാണ് പീകോക്ക്. അപ്പോൾ ഫിഷും ചിൽഡ്രനും ബോയും ഒക്കെ എന്തേക്കും പറഞ്ഞിട്ടുണ്ടാവുക? താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഫോർ ഫിഷ് എന്താണ്? പോണ്ട് എന്താണ്? വെള്ളം നിറച്ച് പോൺസിൽ വെള്ളം ഇതാക്കിയതിന് നന്ദി പറഞ്ഞിട്ടുണ്ടാവും. ചിൽഡ്രന് അതുപോലെ സെയിൽ ചെയ്യാൻ ബോട്ട് ചെയ്തതിന് നന്ദി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ്? ഓക്കെ. അപ്പോൾ എന്താണ്? താങ്ക് യു റെയിൻ ഫോർ ഫില്ലിങ് ദ പോണ്ട് അഗെയിൻ. പിന്നെന്താണ്? ചിൽഡ്രൻ പറഞ്ഞത് താങ്ക് യു റെയിൻ ഫോർ ലെറ്റിംഗ് അസ് പ്ലേ ആൻഡ് സെയിൽ അവർ പേപ്പർ ബോട്ട് അല്ലേ? പിന്നെന്താണ്? കുട്ടി ബോയ് എന്താ? താങ്ക് യു റെയിൻ ഫോർ മേക്കിംഗ് എവറിത്തിങ് ഫ്രഷ് ആൻഡ് കൂൾ. എല്ലാം ഫ്രഷും കൂളും ആക്കിയതിന് നന്ദി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. യു ഹാവ് കം അക്രോസ് ദ വേർഡ് ഷാഡോ ഇൻ ദ സ്റ്റോറി അല്ലേ? നിങ്ങൾ എന്താണ്? നിങ്ങൾ ആ ഒരു ഷാഡോ എന്നുള്ള വേർഡ് എന്താണ് സ്റ്റോറിയിൽ കണ്ടത് അല്ലേ?
ഹൗ മെനി വേർഡ്സ് ക്യാൻ യു മേക്ക് യൂസിങ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ്? ഈ ലെറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേർഡ്സ് ഉണ്ടാക്കാമെന്നാണ് ഓക്കെ. അപ്പോൾ യു ഹാവ് കം ക്രോസ് ദ വേർഡ് ഷാഡോ. ഷാഡോ ഉള്ള വേർഡ് അല്ലേ, അതിലെന്താണ് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? ഈ ഷാഡോ എന്നുള്ളതിൽ നമ്മൾ ഈ ലെറ്റേഴ്സ് വെച്ചിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കുക? മേക്ക് ആസ് മെനി വേർഡ്സ് ആസ് പോസിബിൾ ആൻഡ് റൈറ്റ് ദം ബിലോ. നിങ്ങൾക്ക് ഈ ഷാഡോ വെച്ചിട്ട് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഷാഡോ? ഒന്ന് ഷോ കൊടുക്കുക അല്ലേ. അടുത്ത എന്താണ്? SO സോ കൊടുക്കുക. പിന്നെ SAW സോ കൊടുക്കുക. പിന്നെ എന്താണ് അടുത്തത്? എന്തൊക്കെയാ പറയാ നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ എന്താണ് ഷാഡോ വെച്ചിട്ട് ഒന്ന് ആസ് കൊടുക്കുക, ഹാസ് കൊടുക്കുക, പിന്നെ സോ SAW കൊടുക്കുക, പിന്നെ ഹൗ കൊടുക്കുക, ഡാഷ് കൊടുക്കുക, SOW സോ കൊടുക്കുക, ഡു കൊടുക്കുക, പിന്നെ എന്താണ് ഹാഡ് കൊടുക്കുക അല്ലേ, ഹാഡ് HAD ഹാഡ് കൊടുക്കുക. ഓക്കെ, ഹാഡ് കേട്ടോ, HAD ഹാഡ് കൊടുക്കുക, സാഡ് കൊടുക്കുക. പിന്നെ SAW സോ കൊടുക്കുക. പിന്നെ എന്താ കൊടുക്കുക? ഹൂ, WHO ഹൂ കൊടുക്കുക അല്ലേ, WHO ഹൂ. പിന്നെ ഡു കൊടുക്കുക. പിന്നെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് നോക്കിയേ? എസ്, സോ, ഹാസ്, ഡാഷ്, ഹൗ. പിന്നെന്താ ഒന്നാ നോക്കിയേ? പിന്നെ വാഷ് കൊടുക്കുക കേട്ടോ, WASH വാഷ് കൊടുക്കുക. പിന്നെന്താണ് ഡാഷ് പറഞ്ഞു, ഡു പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് വേണ്ടിയത്? ഓക്കെ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കുക അല്ലേ. നോക്കുക ഇനി എന്തൊക്കെ എഴുതാൻ കഴിയുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ദ ഫോളോയിങ് ഇവന്റ്സ് ഡിസ്ക്രൈബ് ദ ഹെൽപ്പിംഗ് ക്ലൗഡ്. ദേ ആർ ഇൻ ദ റോങ് ഓർഡർ. പുട്ട് ദ സെന്റൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. എന്താണ് ഹെൽപ്പിംഗ് ക്ലൗഡിൽ എന്താണ് റോങ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. സെന്റൻസ് കറക്റ്റ് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ പീകോക്ക് സ്പ്രെഡ് ഇറ്റ്സ് പ്രെറ്റി ഫെദർ. എന്താണ് അതിൻ്റെ മീനിങ്? ആ പീകോക്ക് അതിൻ്റെ പ്രെറ്റി ആയിട്ടുള്ള തൂവൽ എന്താക്കി വിടർത്തി അല്ലേ. ദ ഫാർമർ സ്റ്റാർട്ടഡ് പ്ലാന്റിങ് പാഡി. എന്താണ് ഫാർമർ എന്താക്കി? ആ പാഡി നട്ടു അല്ലേ. Then the cloud filled everybody's heart with joy. എന്താണ് ക്ലൗഡ് എന്താക്കി എല്ലാവരെയും ഹൃദയത്തിൽ സന്തോഷം നിറച്ചു അല്ലേ. The fish was happy. Sonu and his friends started playing in the puddles. അപ്പോൾ ഇതിൽ ഓർഡർ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ഏതാണ്? ഫസ്റ്റ് തന്നെ നമുക്ക് ആ ചിത്രത്തിൽ തന്നെ നോക്കിയാൽ മതി അല്ലേ. ഇതിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത് നോക്കിയേ? എവിടെ ഫസ്റ്റ് നോക്കിയാ? ഫസ്റ്റ് മഴ പെയ്തു അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ആദ്യം എന്താണ്? പീകോക്ക് സ്പ്രെഡ് ഇറ്റ്സ് പ്രെറ്റി ഫെദർ അല്ലേ, അതാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. പിന്നെ ഫിഷ് വാസ് ഹാപ്പി, അത് രണ്ടാമത്തത് അല്ലേ. പിന്നെ എന്താ മൂന്നാമത്തെ എന്താണ്? ഫാർമർ എന്താക്കി? മഡി ഫീൽഡിൽ പ്ലാന്റ് ചെയ്തു അല്ലേ, സ്റ്റാർട്ടഡ് പ്ലാന്റിങ് പാഡി അല്ലേ. പിന്നെ കുട്ടികൾ എന്തായാലും എല്ലാവരും കളിച്ചു അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? ക്ലൗഡ് ഫീൽഡ് എവരിബഡീസ് ഹാർട്ട് വിത്ത് ജോയ് അല്ലേ, അതാണ് നമ്മൾ ഓർഡറിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാ ആദ്യം പീകോക്കിൻ്റെ അല്ലേ, അത് ഫസ്റ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താണ്? ഫിഷ് വാസ് ഹാപ്പി അല്ലേ, രണ്ടാമത്തെ ഫിഷ്, ഇത് 2. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഏതാണ്? ഫാർമർ പ്ലാന്റിങ് പാഡി അല്ലേ, ഇതാണെന്ത് 3. ഓക്കെ, ഇത് 3 കേട്ടോ, 3. ദെൻ നെക്സ്റ്റ് എന്താണ്? സോനും ഫ്രണ്ട്സും എന്താണ് അവിടെ കളിച്ചു അല്ലേ, 4. ഓക്കെ, അടുത്ത എന്താണ്? ക്ലൗഡ് ഫിൽഡ് എവരിബഡീസ് ഹാർട്ട് വിത്ത് ജോയ് അല്ലേ, അതാണെന്ത് 5. ഓക്കെ, ഇങ്ങനെ ഓർഡർ കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്താണ്? പീകോക്ക് സ്പ്രെഡ് ഇറ്റ് പ്രെറ്റി ഫെദർ, അത് താഴെ നിങ്ങൾ എഴുതുക കേട്ടോ. രണ്ടാമത്തത് ഫിഷ് വാസ് ഹാപ്പി, അത് അടുത്തത് അല്ലേ. മൂന്നാമത്തത് എന്താണ്? ദ ഫാർമർ സ്റ്റാർട്ടഡ് പ്ലാന്റിങ് പാഡി. പിന്നെ സോനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് പഡിൽസ് അല്ലേ. പിന്നെ ക്ലൗഡ് ഫിൽഡ് എവരിബഡീസ് ഹാർട്ട് വിത്ത് ജോയ്, അത് അഞ്ചാമത്തത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ ഇതിവിടെ നിങ്ങൾ എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. തരുൺ സ്പെൻസ് ഹിസ് വെക്കേഷൻ നിയർ എ റിവർ. തരുൺ എന്താണ് അവൻ്റെ വെക്കേഷൻ എന്താ റിവറിൻ്റെ അടുത്തായിട്ട് എന്താക്കി സ്പെൻഡ് ചെയ്തു. ഹെൽപ്പ് ഹിം റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ഹിസ് മെമ്മറബിൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതുക, അവന് മെമ്മറബിൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് എഴുതാൻ. എ ഫ്യൂ ക്ലൂസ് ആർ ഗിവൺ. കുറച്ച് ക്ലൂ തന്നു അല്ലേ. അപ്പോൾ നോക്കിയാൽ റിവറിലൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ട്, പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നുണ്ട്, അവരെന്താണ് സ്വിമ്മിങ് അല്ലേ ചെയ്യുന്നുണ്ട്, ബോട്ടിലിങ് പോകുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് ചിത്രം വരയ്ക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെന്താണ് വേസ്റ്റുകളൊക്കെ അവിടെ നിന്ന് വടിച്ചു വാരുന്നുണ്ട്, രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുന്നുണ്ട് അല്ലേ. അവിടെ പെർഫെക്റ്റ് ഡേയ്സ് ഇറ്റ് വാസ്. ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് നിയർ ദ റിവർ. അപ്പോൾ എന്താണ് അവൻ്റെ പാരഗ്രാഫ് ചെയ്തത് അല്ലേ, എന്തൊരു പെർഫെക്റ്റ് ഡേയ്സ് ആണ് ഇന്ന്, ഞാൻ എന്താണ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പുഴത്തീരത്ത് എന്താണ് എന്ന് നല്ലോണം കളിച്ചു അല്ലേ. ബാക്കി ഇങ്ങനെ എഴുതാം. അപ്പോൾ തരുണിൻ്റെ വെക്കേഷൻ അല്ലേ. തരുൺസ് വെക്കേഷൻ ബൈ ദ റിവർ വാസ് ഫിൽഡ് വിത്ത് മെനി മെമ്മറബിൾ എക്സ്പീരിയൻസസ്. I and my friends had a great time splashing and
പ്ലേയിങ് ഇൻ ദ വാട്ടർ അല്ലേ, അവിടുന്ന് വെള്ളത്തിലൊക്കെ കളിച്ചു. ദേ ഓൾസോ എൻജോയ്ഡ് അല്ലേ, അല്ലെങ്കിൽ വി അവിടെ കൊടുക്കുക കേട്ടോ. വി ഓൾസോ എൻജോയ്ഡ് മേക്കിംഗ് പേപ്പർ ബോട്ട് ആൻഡ് വാച്ചിങ് ദം ഫ്ലോട്ട്സ് ഡൗൺ സ്ട്രീം. വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസ് വാസ് ഗോയിങ് ഫോർ എ swim and diving into the cool river. വി ദേ എന്നുള്ളടത്ത് വി കൊടുക്കുക കേട്ടോ. വി സ്പെൻഡ് ടൈം പെയിൻറ്റിങ് ദ ബ്യൂട്ടിഫുൾ സീനറി. എന്താണ് ബ്യൂട്ടിഫുൾ സ്പേസ് ഇത് കേട്ടോ. അവിടെ എന്താണ് വി കൊടുക്കുക കേട്ടോ. വി WE കേട്ടോ, വി കൊടുക്കുക. വി We spent time painting the beautiful scenery, building sand castles on the river bank and cleaning up the area to keep it beautiful. In the evenings, we gathered around a bonfire, sharing stories and enjoying the warmth of the fire. It was a vacation full of fun and friendship that I will never forget. Okay, തരുണിൻ്റെ പാരഗ്രാഫ് എഴുതിയല്ലേ, അത് എഴുതുക. Then next project ആണ് കേട്ടോ. വാട്ടർ കൺസർവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത് അല്ലേ. വേറെ എന്താണ് എർത്തിൽ ജീവൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് വെള്ളം വേണം അല്ലേ. ഗിവൺ ബിലോ ആർ സം ഓഫ് ദ ഏൻഷ്യൻ ഇന്ത്യൻ വാട്ടർ കൺസർവേഷൻ പ്രാക്ടീസ്. താഴെ തന്നിരിക്കുന്ന പണ്ട് കാലത്ത് ഇന്ത്യക്കാർ വാട്ടർ കൺസർവേഷൻ പ്രാക്ടീസ് നടത്തിയതിനെ കുറിച്ചാണ്. ഗോ ത്രൂ ഇറ്റ്, അതിൽ നോക്കാം. സ്റ്റെപ്പ് വെൽ, ഇതാണ് ഇതില്ലേ ഒരു സിസ്റ്റം ഇരുന്ന് വെള്ളം എന്താണ് നമ്മൾ കൺസർവേഷൻ നടത്തി അല്ലേ. എ സ്റ്റെപ്പ് വെൽ ഈസ് എ ട്രഡീഷണൽ സ്ട്രക്ചർ ബിൽറ്റ് ഇൻ ഇന്ത്യ ടു സ്റ്റോർ വാട്ടർ സോ വാട്ടർ ബിക്കംസ് അവൈലബിൾ ഇൻ ഡ്രൈ സീസൺ അല്ലേ. അപ്പോൾ എന്താണ് വെള്ളം സ്റ്റോർ ചെയ്തിരുന്നത് പണ്ട് അല്ലേ. ട്രഡീഷണൽ സ്ട്രക്ചറാണ് ഇത്, ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ് അല്ലേ വെള്ളം സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് എന്താണ് വാട്ടർ എന്താണ് അതായത് വേനൽക്കാലത്തും എന്താണ് അവൈലബിൾ ആയിരുന്നു അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കുക, ഇതെന്താണ് ഇത് വെറ്റ്ലാൻഡ് അല്ലേ, തണ്ണീർത്തടം എന്ന് പറയും. വെറ്റ്ലാൻഡ് ഈസ് എ പ്ലേസ് വെർ റെയിൻ വാട്ടർ ഈസ് സ്റ്റോർഡ് നാച്ചുറലി അല്ലേ. വെറ്റ്ലാൻഡ് എന്ന ഒരു പ്ലേസ് ആണ് അല്ലേ. മഴവെള്ളം എന്താണ് നാച്ചുറൽ ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലമാണ് അല്ലേ വെറ്റ്ലാൻഡ്. ദെൻ നെക്സ്റ്റ് ഇറിഗേഷൻ കനാൽ. അതിപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, പണ്ടത്തെ നടത്തിയതും ഇപ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴും ഉണ്ട് ചിലയിടത്തൊക്കെ അല്ലേ. ഇറിഗേഷൻ അല്ലേ, വെള്ളം ഉണ്ടാക്കുന്നതാണ്. ഇറിഗേഷൻ കനാൽ ഹെൽപ്പ് ഫാമേഴ്സ് ഗ്രോ ക്രോപ്സ് ഈവൻ വെൻ ദർ ഈസ് ലിറ്റിൽ റെയിൻ. ഇറിഗേഷൻ കനാൽ എന്താണ് ഫാമേഴ്സിനെ സഹായിക്കുന്നില്ല ക്രോപ്സ് ഒക്കെ വളരാനും. എന്താണ് ചെറിയ മഴ പെയ്യുമ്പോൾ പോലും എന്താണ് ഇറിഗേഷൻ കനാൽ എന്താക്കുന്നുണ്ട് ഫാമേഴ്സിനെ സഹായിക്കുന്നുണ്ട് അല്ലേ. ചെക്ക് ഡാം ആണ് അടുത്തത് അല്ലേ. എന്താണ് അടുത്തത് ചെക്ക് ഡാം അല്ലേ. എ ചെക്ക് ഡാം ഈസ് എ സ്മോൾ വാൾ ബിൽറ്റ് അക്രോസ് എ സ്ട്രീം. എന്താണ് ചെക്ക് ഡാം ഉണ്ട്, അതെന്താണ് ചെറിയൊരു ചുമര വാളാണ് അല്ലേ. അതുണ്ടാക്കും ഈ സ്ട്രീമിനെ അക്രോസ് ആയിട്ട്. അപ്പോൾ ഇറ്റ് സ്റ്റോർസ് റെയിൻ വാട്ടർ ആൻഡ് ഹെൽപ്സ് ഇൻക്രീസ് ഗ്രൗണ്ട് വാട്ടർ. ഇതെന്താണ് ഇത് റെയിൻ വാട്ടറിനെ സഹായിക്കും അല്ലേ, എന്താണ് സ്റ്റോർ ചെയ്യാൻ അല്ലേ. റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. പിന്നെ എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്താ കിണർ വെള്ളവും അതുപോലെ പല ഗ്രൗണ്ട് വാട്ടർ ഉണ്ടല്ലോ, അതൊക്കെ കൂടും, വെള്ളം കൂടും അല്ലേ ഇങ്ങനെ ഈ ചെക്ക് ഡാം കിട്ടിയാൽ. ഓക്കെ, നൗ ഒബ്സർവ് ദ കണ്ടീഷൻ ഓഫ് ദ വാട്ടർ ബോഡി ഇൻ യുവർ ലൊക്കാലിറ്റി. ഇനി നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള വാട്ടർ ബോഡി ഒന്ന് നോക്കുക, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് നോക്കുക. യൂസ് ദ ചെക്ക് ലിസ്റ്റ് ഗിവൺ ബിലോ ടു കളക്ട് ഇൻഫോർമേഷൻ. ഈ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുക. വാട്ട് ഈസ് വാട്ടർ സോഴ്സ് യു ഫൗണ്ട്. നിങ്ങൾ കണ്ടിരിക്കുന്ന വാട്ടർ സോഴ്സ് എന്താണെന്ന് വെച്ചത് വെല്ലാണോ, പോണ്ടാണോ, റിവറാണോ, ലേക്കാണോ, അതറാണോ വാട്ടർ സോഴ്സ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ചിലയിടത്ത് വെല്ലുണ്ടാവും അല്ലേ, അധികം എന്താണ് വെല്ല് അല്ലേ. ചിലരെന്താ റിവറിൽ നിന്ന് കൊടുക്കുക, ചിലർ കുളത്തിൽ നിന്ന് എടുക്കും അല്ലേ. ഓരോ പ്രദേശത്ത് ഓരോന്നാണ്. എൻ്റെ പ്രദേശത്തുള്ളത് ഞാൻ പറയാം, നിങ്ങളുടെ പ്രദേശത്തുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് വാട്ട് ഇസ് എ വാട്ടർ സോഴ്സ് യു ഫൗണ്ട് വെല്ല്. ഓക്കെ, ദെൻ ഈസ് ദ വാട്ടർ ക്ലീൻ. എൻ്റെ പ്രദേശത്തുള്ളത് ക്ലീൻ ആണ്. ഓക്കെ, നിങ്ങളെ പ്രദേശത്തുള്ളത് ക്ലീൻ ആണെങ്കിൽ ക്ലീൻ ഇടുക, ഡേർട്ടി ആണ് ചളിവെള്ളമൊക്കെ ആണെങ്കിൽ അതിടുക. ഈസ് ദർ എനി വേസ്റ്റ് ത്രോൺ നിയർ ഓർ ഇൻ ദ വാട്ടർ. വെള്ളത്തിലോ അതുപോലെ അതിനടുത്ത വേസ്റ്റുകളൊക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ യെസ് ഇടുക, ഇല്ലെങ്കിൽ നോ ഇടുക കേട്ടോ. ഈസ് ദ വാട്ടർ സോഴ്സ് കവേർഡ് ഓർ ഓപ്പൺ. വാട്ടർ സോഴ്സ് കവർ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ തുറന്നിട്ടെടുക്കണം, മൂടി വെച്ചതാണോ അതുപോലെ തുറന്നതാണോ. അപ്പോൾ എന്താണ് ഈ ഗ്രിൽസൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ, നെറ്റൊക്കെ ഇട്ടില്ലേ, അപ്പോൾ കവേർഡാണ്. ഓക്കെ, ദെൻ ഹൂ യൂസസ് ദിസ് വാട്ടർ. ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പീപ്പിളാണ്, ആനിമൽസ് ആണ്, ബോത്താണ്, നോ വൺ ആണ്. പീപ്പിളാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ആനിമൽസ് ഉപയോഗിക്കുന്നത് ആനിമൽസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ രണ്ട് കൂട്ടർ എന്താണെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടർ ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഈസ് വേസ്റ്റ് വാട്ടർ ഫ്രം എനി സോഴ്സ് ഫ്ലോയിങ് ഇൻ ടു ദ വാട്ടർ ബോഡി. ഈ ഇതിലേക്ക് വേസ്റ്റ് വാട്ടറിലേക്ക് ഒഴുകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒഴുകുന്നുണ്ടെങ്കിൽ എന്താക്കുക നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക, ഒഴുകുന്നില്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഡിഡ് യു സീ എനി മെസ്സേജ് ഓൺ ബോർഡ് സെയിങ് സേവ് വാട്ടർ ഓർ ഡോണ്ട് വേസ്റ്റ് വാട്ടർ. നിങ്ങൾ എവിടെയെങ്കിലും എന്താണ് ഇങ്ങനത്തെ മെസ്സേജ് കണ്ടിട്ടുണ്ടോ, വെള്ളം സംരക്ഷിക്കുക അല്ലെങ്കിൽ വെള്ളം ഡോണ്ട് വേസ്റ്റ് വാട്ടർ.
അത് എവിടെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ. ഈസ് എനിവൺ ടേക്കിംഗ് കെയർ ഓഫ് ദ വാട്ടർ സോഴ്സ്? ആരെങ്കിലും ഈ വാട്ടർ സോഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക കേട്ടോ. ഈസ് എ വാട്ടർ സേഫ് ഫോർ ഡ്രിങ്കിങ്? ഈ വെള്ളം കുടിക്കുന്നത് സേഫ് ആണോ? യെസ് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എഴുതുക കേട്ടോ. വിൽ യു ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ദിസ് വാട്ടർ സോഴ്സ് ക്ലീന്? നിങ്ങൾ എന്താണ് ഈ വെള്ളം സോഴ്സ് എന്താ വൃത്തിയാക്കാൻ നിങ്ങൾ എന്താണ് എന്താണ് ഈ വാട്ടർ സോഴ്സ് അല്ലേ, വാട്ടർ സോഴ്സ് എന്താണ് അത് വൃത്തിയായി നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പം യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? മൈ ഒബ്സർവേഷനും മൈ സജഷനും ഒക്കെ നിങ്ങൾക്ക് എഴുതാട്ടെ. ഇതൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ, 4ാം ക്ലാസ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക. നമുക്ക് എന്താണ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ വൃത്തിയിൽ എന്താണ് വായിക്കുക കേട്ടോ. ഓരോ ലെറ്റേഴ്സും അതിനനുസരിച്ച് സൗണ്ടിൽ വായിക്കുക. ചിലതൊക്കെ സെയിം സൗണ്ടിലൊക്കെ വരുന്നുണ്ട്, ആ സൗണ്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. എസ് ഓ സോ എന്ന് പറയുകയാണെങ്കിൽ സോ എന്ന് വായിക്കും അല്ലേ, അതെന്താ അതുകൊണ്ടുള്ള അർത്ഥം. ഇനി SAW എന്ന് പറഞ്ഞാലും സോ ആണ്, കണ്ടു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക, അതുപോലെ അതിൻ്റെ മീനിങ് അറിഞ്ഞ് വായിക്കുക കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു വരികയല്ലേ, അപ്പോൾ നമുക്ക് എന്താണ് അർത്ഥം അറിഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താക്കണം, വലിയ വലിയ ക്ലാസ് എടുത്തുമ്പോൾ നിങ്ങൾ സിമ്പിളായി മാറും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നന്നായി വായിക്കുക. വായിക്കുമ്പോൾ നല്ല മീനിങ് അറിഞ്ഞ് അർത്ഥം അറിഞ്ഞ് വായിക്കുക, ഓരോ സൗണ്ടും ശ്രദ്ധിച്ച് വായിക്കുക. ചിലതൊക്കെ നമ്മൾ സൈലൻറ്റ് സൗണ്ട് ഉണ്ടാവും അല്ലേ, എന്താണ് നോളജ് അല്ലേ, നോളജ് എന്നെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കെ അവിടെ സൈലൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. കെ സൈലൻ്റ് ആണെന്നുള്ളത് ചിലതൊക്കെ പഠിക്കാനുണ്ട്, സൈലൻ്റ് ഉള്ള വേർഡുകളുണ്ട്, സൈലൻ്റ് ഇല്ലാത്ത വേർഡുകൾ അല്ലേ. നോളജ്, നൈഫ്, അതിലൊക്കെ കെ ഫസ്റ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ അവിടെ കെ സൈലൻ്റ് ആണ്, അങ്ങനെ പലതിനും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് വായിക്കുക. ടീച്ചേഴ്സൊക്കെ വായിച്ച് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, താങ്ക് യു.